അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്ലാസ് നമുക്ക് തുടങ്ങാം. ആദ്യത്തെ ക്ലോക്ക് ആൻഡ് കലണ്ടർ ആണ്. അപ്പൊ നമ്മൾ കലണ്ടറിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. എല്ലാ മത്സര പരീക്ഷകളിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. അപ്പൊ കലണ്ടേഴ്സ് എന്ന് പറയുന്നത് ഒരു വർഷത്തിലെ എല്ലാ ദിവസങ്ങളെയും അല്ലെങ്കിൽ ആഴ്ചകളെയും ദിവസങ്ങളെയും മാസങ്ങളെയും എല്ലാം അറേഞ്ച് ചെയ്തേക്കുന്ന ഒരു ടൂള്, അതാണ് കലണ്ടേഴ്സ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ഒരു കലണ്ടറിനകത്ത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു വർഷത്തിനെയാണ് നമ്മൾ കലണ്ടറിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോ ഒരു കലണ്ടർ നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് അതിനകത്ത് എത്ര ദിവസമുണ്ട് എന്ന് ചോദിച്ചാൽ, ചില കലണ്ടേഴ്സ് നോക്കാൻ നേരത്ത് നമുക്ക് 365 ദിവസം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. എന്നാൽ ചില കലണ്ടേഴ്സ് എടുത്ത് നോക്കാൻ നേരത്ത് 366 ദിവസങ്ങളാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ചില കലണ്ടേഴ്സിൽ 365 ദിവസം നമുക്ക് കാണാൻ പറ്റും. ചില കലണ്ടേഴ്സിൽ നമുക്ക് 366 ദിവസമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി എന്തുവാണ് ഈ കലണ്ടറിൽ ഒരു വർഷം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? വാട്ട് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് 1 ഇയർ? 1 ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സണ്ണ് ഇവിടെ ഇങ്ങനെ നിൽപ്പുണ്ട്. അതിന് ചുറ്റും ഒരു എലിപ്റ്റിക്കൽ പാത്തിനകത്തിൽ ആര് കടന്ന് കറങ്ങുന്നുണ്ട്? എർത്ത് ഉൾപ്പെടെയുള്ള 8 പ്ലാനറ്റ്സ് കടന്ന് കറങ്ങുന്നുണ്ട് അല്ലെ. അപ്പം എർത്ത് ഒരു തവണ സണ്ണിന് ചുറ്റും കറങ്ങി വരാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയമാണ് 1 ഇയർ എന്ന് പറയുന്നത്. അപ്പൊ 1 ഇയറിനെ ആണ് നമ്മൾ 365 ദിവസമായിട്ട് എടുക്കുന്നത്. ആക്ച്വലി അത് 365 ദിവസമല്ല, 365 ദിവസമാണ്. അതായത് 65 ദിവസം. ദാറ്റ് മീൻസ് 365 ദിവസവും അതിന്റെ കൂടെ ഒരു 6 മണിക്കൂറും കൂടെ എടുത്തിട്ടാണ്, 365 ദിവസവും 6 മണിക്കൂറും അപ്രോക്സിമേറ്റ്ലി അത്രയും എടുത്തിട്ടാണ് ഭൂമി സൂര്യന് ചുറ്റും ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ആക്കുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ 1 ഇയർ എന്ന് പറയുന്നത്. നമുക്ക് ഈ 1/4 ദിവസം, അതായത് 6 hours എന്ന് പറയുന്നത് നമ്മൾ പൊതുവെ കൂട്ടാറില്ല. അപ്പൊ ഒരു ഫിഗർ, ഒരു റൗണ്ടഡ് ഫിഗർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 365 എടുക്കുന്നത്. അതായത് ഓരോ വർഷവും നമ്മൾ ഈ 6 മണിക്കൂർ എന്ന് വെച്ച് നമ്മൾ അങ്ങ് ഡ്രോപ്പ് ചെയ്യും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഓരോ വർഷവും 6 മണിക്കൂർ വീതം മൊത്തം 4 വർഷമാകുമ്പോഴത്തേക്ക്, 4 വർഷമാകുമ്പോൾ ഒരു കൊല്ലം 6 മണിക്കൂർ വെച്ചിട്ട് 4 കൊല്ലത്തേക്ക് 24 മണിക്കൂർ. ദാറ്റ് മീൻസ് 1 ഡേ ആണ് 4 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് നമ്മളത് എന്ത് ചെയ്യുന്നത്? സ്കിപ്പ് ചെയ്യുന്നത്. അപ്പോ അങ്ങനെ 1 ഡേ, ഇപ്പം ഓരോ 4 വർഷം കൂടുമ്പോഴും ഓരോ ദിവസം നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരുപാട് ടെക്നിക്കലി ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ വരും. അപ്പൊ അതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഓരോ 4 കൊല്ലം കൂടുമ്പോഴത്തേക്ക് ഫെബ്രുവരിയില് നമ്മൾ 29 എന്ന് പറയുന്ന ഒരു ഡേയും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നത്. അങ്ങനെ ഒരു അതിവർഷം അല്ലെങ്കിൽ അധികമുള്ള ഒരു ദിവസമുള്ള, സാധാരണഗതിയിൽ 365 ദിവസമാണുള്ളത്. എന്നാൽ ഓരോ 4 കൊല്ലം കൂടുന്തോറും ഓരോ ദിവസം, അതായത് ഫെബ്രുവരിയിൽ, സാധാരണഗതിയിൽ ഫെബ്രുവരിയിൽ 28 ദിവസമാണുള്ളത്. ആ ഫെബ്രുവരിയിൽ 28 ദിവസം ഉള്ളതിന് പകരം ഓരോ 4 കൊല്ലം കൂടുമ്പോഴും ആ ഫെബ്രുവരിയിൽ ഒരു ദിവസവും കൂടെ നമ്മൾ അഡീഷണൽ ആയിട്ട് എടുക്കും, ഫെബ്രുവരി 29. അപ്പം അതിനെയാണ് നമ്മൾ ലീപ്പ് ഇയർ എന്ന് പറയുന്നത്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ വർഷവും നമ്മൾ കളയുന്ന ഈ ഒരു 6 മണിക്കൂറിനെ നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഓരോ 4 കൊല്ലം കൂടുന്തോറും ഫെബ്രുവരിക്ക് ഒരു വർഷം അഡീഷണൽ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ആ വർഷം മൊത്തം എത്ര ദിവസം കാണും? 366 ദിവസം കാണും. അങ്ങനെ 366 ദിവസമുള്ള വർഷത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ ലീപ്പ് ഇയർ എന്ന് വിളിക്കും. എന്താണ് ലീപ്പ് ഇയർ? അല്ലെങ്കിൽ മലയാളത്തിൽ അതിവർഷം എന്ന് പറയും. കോൺസെപ്റ്റ് ക്ലിയർ ആണോ? അപ്പോ ഓരോ 4 കൊല്ലം കൂടുന്തോറും നമ്മൾ ഒരു അഡീഷണൽ ആയിട്ട് ഒരു ദിവസം നമ്മൾ എങ്ങോട്ടേക്ക് കൊടുക്കും? ഈ ഫെബ്രുവരിക്ക് നമ്മൾ കൊടുക്കും. അപ്പൊ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലീപ്പ് ഇയർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പൊ ഇനി തന്നിരിക്കുന്ന ഒരു വർഷത്തിനെ നമ്മൾ ലീപ്പ് ഇയർ ആണോ അല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കണം. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണ് എങ്കിൽ, ഞാൻ ഇവിടെ പറയുവാണ് 1976 എന്ന് പറയുന്ന ഈ ഒരു വർഷം. ഈ ഒരു വർഷം ലീപ്പ് ഇയർ ആണോ അല്ലയോ എന്ന് ഞാൻ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു ഓരോ 4 കൊല്ലം കൂടുമ്പോഴാണ് ലീപ്പ് ഇയർ ഉണ്ടാവുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്യും? ഇതിനെ ഞാൻ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് റിമൈൻഡർ എത്ര കിട്ടുന്നു എന്ന് നോക്കുക. റിമൈൻഡർ എനിക്ക് 0 കിട്ടുന്നതെങ്കിൽ, അതായത് തന്നിരിക്കുന്ന ഒരു വർഷത്തിനെ ഞാൻ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എനിക്ക് 0 കിട്ടുന്നതെങ്കിൽ, ദാറ്റ് മീൻസ് ദാറ്റ് ഗിവൺ ഇയർ ഈസ് എ ലീപ്പ് ഇയർ. തന്നിരിക്കുന്ന വർഷത്തിനെ ഞാൻ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്റെ റിമൈൻഡർ 0 കിട്ടുന്നതെങ്കിൽ ദാറ്റ് ഇയർ ഈസ് എ ലീപ്പ് ഇയർ എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ 1976 ഇത് ഒരു ലീപ്പ് ഇയർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 1976നെ ഞാൻ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യൂടെ? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ 4s are ഇവിടെ 16 വരും, 3 7, 9s are 36 വരും, 1 6, 4s are 16 വരും, റിമൈൻഡർ 0 വരും അല്ലെ. സോ 1976 എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ഒരു ലീപ്പ് ഇയർ ആണ് അല്ലെ. എന്താണ്? ലീപ്പ് ഇയർ ആണ്.
ഇനി നോക്കടാ, 1990 ഇത് ലീപ്പ് ഇയർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്തേ. അല്ല. എന്തുകൊണ്ടാണ് ലീപ്പ് ഇയർ അല്ലാത്തത്? കാരണം നമ്മൾ 1990 ഞാൻ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 4s are 16, 3 9, അതേപോലെ തന്നെ 9s are 36, 3 0, 7s are 28, റിമൈൻഡർ 2 വന്നേക്കുന്നത് അല്ലെ. ഇവിടെ ഈ റിമൈൻഡർ 2 വന്നു കഴിഞ്ഞാൽ എന്താണ്? റിമൈൻഡർ 2 വന്നു കഴിഞ്ഞു. എനിക്ക് ലീപ്പ് ഇയർ ആവണമെന്നുള്ള കണ്ടീഷൻ എന്താണ്? അത് എന്തായിരിക്കണം? റിമൈൻഡർ 0 ആയിരിക്കണം. പക്ഷെ ഇവിടെ റിമൈൻഡർ 2 ആണ് വന്നിരിക്കുന്നത്. സോ ഫോർ ദിസ് ഇയർ ഇസ് നോട്ട് എ ലീപ്പ് ഇയർ. ഇത് എന്തല്ല? ഒരു ലീപ്പ് ഇയർ അല്ല എന്നാണ് അതിന്റെ അർത്ഥം. എന്താണ് മക്കളെ? അതൊരു ലീപ്പ് ഇയർ അല്ല. കോൺസെപ്റ്റ് മനസ്സിലായോ? കോൺസെപ്റ്റ് മനസ്സിലായോടെ? ഡൗട്ട് ഉണ്ടോ? അങ്ങനെയാണ് എങ്കിൽ 1900 ഇതൊരു ലീപ്പ് ഇയർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്തേ. അൺഫോർച്ചുനേറ്റ്ലി ഈ 1900 എന്ന് പറയുന്നത് ഒരു ലീപ്പ് ഇയർ അല്ലടേ. എന്താണ്? ലീപ്പ് ഇയർ അല്ല. അപ്പം വിചാരിക്കും, എന്താണ്ടേ ഇയാൾ പറഞ്ഞ സ്ഥിതിക്ക് സാറ് പറഞ്ഞ ഇത് വെച്ചിട്ട് 1900 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4s are 16, ദാണ്ട് ഇവിടെ 0, 7 വരുമ്പോഴത്തേക്ക് 28, 2 0, 5 വരുമ്പോഴത്തേക്ക് 20, റിമൈൻഡർ 0. എന്താ റിമൈൻഡർ 0 വന്നു. അപ്പൊ ലീപ്പ് ഇയർ ആണ്. കുറച്ചും ഇയാൾ പറഞ്ഞത് ലീപ്പ് ഇയർ ആണ്. പക്ഷെ ഇപ്പൊ പറയുന്നു 1900 ലീപ്പ് ഇയർ അല്ല എന്ന് പറയുന്നു. ഇയാൾ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കടേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് 2 തരം വർഷങ്ങളാണുള്ളത്. സാധാരണ വർഷങ്ങളുമുണ്ട്, സെഞ്ചുറി ഇയേഴ്സുമുണ്ട്. സെഞ്ചുറി ഇയേഴ്സ് എന്ന് പറയുന്നത് 100 കൊല്ലം കൂടുമ്പോഴുള്ള ഇയേഴ്സിന്, അതായത് ഓരോ 100 കൊല്ലം കംപ്ലീറ്റ് ആവുന്ന ഇയേഴ്സ്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ 1900 ഒരു എന്താണ്? സെഞ്ചുറി ഇയർ ആണ്. എങ്ങനെയാ സെഞ്ചുറി ഇയേഴ്സിനെ മനസ്സിലാക്കുന്നത്? അവർ തന്നിരിക്കുന്ന വർഷം 00 അവസാനിക്കുകയാണെങ്കിൽ അതാണ് സെഞ്ചുറി ഇയേഴ്സ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഓരോ 100 കൊല്ലം കൂടുന്നതിനെയാണ് നമ്മൾ സെഞ്ചുറി ഇയേഴ്സ് എന്ന് പറയുന്നത്. അനദർ എക്സാമ്പിൾ 2100, അതൊരു സെഞ്ചുറി ഇയർ ആണ്. 1700 ഇറ്റ്സ് എ സെഞ്ചുറി ഇയർ ആണ്. 1797 ഇത് സെഞ്ചുറി ഇയർ അല്ല. സെഞ്ചുറി ഇയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ അല്ലെങ്കിൽ നൂറ്റാണ്ടിന്റെ വർഷങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഓരോ 100 കൊല്ലം കൂടുന്ന വർഷങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെഞ്ചുറി ഇയേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ കയ്യിലുള്ളത് സെഞ്ചുറി ഇയർ ആണ് എങ്കിൽ നമ്മൾ ഒരിക്കലും 4 കൊണ്ടല്ല ഡിവൈഡ് ചെയ്യേണ്ടത്. സെഞ്ചുറി ഇയർ നോർമൽ ഇയർ ആണെങ്കിൽ മാത്രമേ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാവൂ. സെഞ്ചുറി ഇയർ ആണ് എങ്കിൽ നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത് 400 കൊണ്ടാണ്. എപ്പോഴും മനസ്സിലാക്കി വെക്കുക, സെഞ്ചുറി ഇയർ ആണ് തന്നേക്കുന്നതെങ്കിൽ നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ്? 400 കൊണ്ടാണ്. നോർമൽ ഇയർ ഈ 1797 നോർമൽ ഇയർ. എന്നാൽ 1900 ഇറ്റ് ഈസ് എ സെഞ്ചുറി ഇയർ. സെഞ്ചുറി ഇയർ ആണ് എങ്കിൽ നമ്മൾ 400 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. 400 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 വരണം. അപ്പൊ 400 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0 ക്യാൻസൽ ആയി. പിന്നെ 19/4 ആണ്. 19/4 വരുമ്പോഴത്തേക്ക് എത്ര കിട്ടും? 4s are 16, റിമൈൻഡർ 3 വന്നു. റിമൈൻഡർ എത്രയാണ്? ലീപ്പ് ഇയർ ആണെങ്കിൽ വരേണ്ടത് 0 ആണ്. പക്ഷെ ഇവിടെ വന്ന എത്രയാണ്? 3 ആണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നോർമൽ ഇയർ ആണ് എങ്കിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നാൽ ഒരു സെഞ്ചുറി ഇയർ ആണെങ്കിൽ ഡിവൈഡ് ചെയ്യേണ്ടത് ഏതുകൊണ്ടാണ്? 400 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പൊ 400 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരണം എനിക്ക്? റിമൈൻഡർ 0 വന്നാൽ ഇറ്റ്സ് എ ലീപ്പ് ഇയർ. റിമൈൻഡർ 0 വന്നില്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് എ ലീപ്പ് ഇയർ. കോൺസെപ്റ്റ് മനസ്സിലായോ? കോൺസെപ്റ്റ് ക്ലിയർ ആണോടെ? അപ്പൊ പറഞ്ഞ കോൺസെപ്റ്റ് മനസ്സിലായോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടേ. ഒന്ന് കമന്റ് ഇട്ടേ എല്ലാവരും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ലീപ്പ് ഇയറും നോൺ ലീപ്പ് ഇയറും നമ്മൾ മനസ്സിലാക്കുന്നത്. സെഞ്ചുറി ഇയേഴ്സിനും നോൺ സെഞ്ചുറി ഇയേഴ്സും, അല്ലെങ്കിൽ സെഞ്ചുറി ഇയേഴ്സിനും നോർമൽ ഇയേഴ്സും. ക്ലിയർ ആണല്ലോ? മറന്നു പോകരുത്. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യം, പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം. ക്ലിയർ ആണല്ലോ? നിങ്ങൾ ഏത് പറഞ്ഞോളൂ. ഒരു ഡൗട്ട് ഒന്ന് ചോദിച്ചു സാറേ. അപ്പൊ നമ്മൾ ഇയർ 2000 മില്ലേനിയം ആണല്ലോ. അപ്പൊ അതിനകത്ത് നമുക്ക് 3 0 വരുന്നുണ്ടല്ലോ. അപ്പൊ അതായാലും ഈ സെഞ്ചുറി ഇയർ തന്നെ ആയിരിക്കും. കാരണം മില്ലേനിയേഴ്സ് ഇസ് ഓൾസോ സെഞ്ചുറി ഇയർ. കാരണം വെച്ചാൽ ഓരോ 100 കൊല്ലം കൂടുമ്പോഴത്തേക്കല്ലേ മില്ലേനിയം ഇയർ ആണ്. 1000 കൊല്ലമാണ്. 1000 കൊല്ലം വരുന്നത് എങ്ങനെയാണ്? 10 സെഞ്ചുറികൾ ചേർന്നിട്ടാണ് ഒരു മില്ലേനിയം വരുന്നത്. ഓക്കെ. 100 കൊല്ലം ചേരുമ്പോൾ ഒരു സെഞ്ചുറി, 10 സെഞ്ചുറികൾ ചേരുമ്പോഴാണ് എന്ത് വരുന്നത്? ഒരു മില്ലേനിയം വരുന്നത് അല്ലെ? അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താണ്? മില്ലേനിയം ഇയറും എന്താണ്? ഇറ്റ്സ് ഓൾസോ സെഞ്ചുറി ഇയർ. കാരണം 10ാമത്തെ എന്താണ്? സെഞ്ചുറി ഇയർ ആണ് ഒരു മില്ലേനിയം എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? 2000 എന്ന് പറയുമ്പോൾ എന്താണ്? 20ാമത്തെ സെഞ്ചുറി ഇയർ ആണ്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ സർ, ക്ലിയർ ആണ്. ഓക്കെ. അങ്ങനെയാണെങ്കിലേ
ഇതൊന്ന് കണ്ടുപിടിച്ചേ. 1600. ഇത് മില്ലിനിയം, സോറി, എന്താണ്, ലീപ് ഇയർ ആണോ അല്ലയോ നോക്കെ. എന്താണ്, ലീപ് ഇയർ ആണോ അല്ലെ? എങ്ങനെയാ മനസ്സിലാക്കിയത്? 1600 നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്തതേ? 400 കൊണ്ട് ഡിവൈഡ് ചെയ്തത്. ഇതൊന്നും കൂടെ ക്യാൻസൽ ആയിപ്പോ അല്ലെ. 4നെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നേരത്ത് കോഷ്യന്റ് 4, റിമൈൻഡർ 0. റിമൈൻഡർ 0 വന്നു കഴിഞ്ഞാൽ എന്താണേ? അത് ലീപ് ഇയർ ആണ്. എന്താണ്? ലീപ് ഇയർ ആണ്. സോ സെഞ്ചുറി ഇയേഴ്സ് ഓൾവേസ് ലീപ് ഇയർ ആണ്. നോൺ സെഞ്ചുറി ഇയേഴ്സ് എന്താണ്? സോറി എന്താണ്? സെഞ്ചുറി ഇയേഴ്സ് ലീപ് ഇയർ ആവണമെങ്കിൽ ഡിവൈഡഡ് ബൈ 400 ചെയ്യണം. നോൺ സെഞ്ചുറി ഇയേഴ്സ് ആണ് എങ്കിൽ ഡിവൈഡഡ് ബൈ 4 ചെയ്യണം. ഈ രണ്ട് കാര്യങ്ങളും എപ്പോഴും മനസ്സിലോർത്ത് വെച്ചേക്കുക. ഒരിക്കലും മറന്നു പോകരുത്. ഒരിക്കലും മറന്നു പോകുവാൻ വേണ്ടിയിട്ട് പാടില്ല. ഇത് എപ്പോഴും മനസ്സിലോർത്തിരിക്കേണ്ടതാണ്. ഇതിനകത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം പ്രീവിയസ് ഇയറുകളിൽ ഇതിനകത്തിൽ നിന്നും പലപ്പോഴും ഈ ഒരു സെക്ഷനിൽ നിന്നും, അതായത് തന്നിരിക്കുന്ന ഒരു ഇയർ തന്നിട്ട്, അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഇയേഴ്സ് നിങ്ങൾക്ക് തന്നിട്ട് പറയും ഫൈൻഡ് ദ ലീപ് ഇയർ എന്ന് പറയും, അല്ലെങ്കിൽ ഫൈൻഡ് വിച്ച് ഇസ് നോട്ട് എ ലീപ് ഇയർ, എന്ത് വേണമെങ്കിലും ചോദിക്കാം. അപ്പൊ പ്രീവിയസ് ഇയറിൽ ഡിഗ്രി ലെവലിലെ പല പരീക്ഷകൾക്കും ചോദിച്ചു വന്നിട്ടുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ ആണല്ലോ? കോൺസെപ്റ്റ് മനസ്സിലായല്ലോ? ഇനി മക്കളെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ള ഒരു സംഗതിയാണ് ഓഡ് ഡേയ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. എന്താണ് ഓഡ് ഡേയ്സ്? നമുക്ക് കലണ്ടർ ബേസ്ഡ് പ്രോബ്ലംസ് ചെയ്യണമെങ്കിൽ നമുക്ക് എപ്പോഴും വേണ്ട ഒരു സാധനമാണ് ഈ ഓഡ് ഡേയ്സിന്റെ കോൺസെപ്റ്റ്. എന്താണ് ഓഡ് ഡേയ്സിന്റെ കോൺസെപ്റ്റ്? എന്താണ് ഓഡ് ഡേയ്സ്? ഓഡ് ഡേയ്സിന്റെ കോൺസെപ്റ്റ് എന്താണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഞാനിപ്പോ ഒരു മാസം എടുക്കുവാണ്, 30 ദിവസമുള്ള ഒരു മാസം ഞാൻ എടുക്കുവാണ് അല്ലേ. സേ അത് നമ്മൾ തുടങ്ങുന്നത് മൺഡേയിലാണ് എന്ന് വിചാരിക്കുക. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ. ഓക്കെ, അതൊക്കെ പോട്ടെ. ഒരു മാസം ആരംഭിക്കുന്നത്, ഒരു ആഴ്ച ആരംഭിക്കുന്നത് സൺഡേയിലാണോ മൺഡേയിലാണോ? ഒരാഴ്ച ആരംഭിക്കുന്നത് സൺഡേയിലാണോ മൺഡേയിലാണോ? സൺഡേ. ഉറപ്പാണോ? സൺഡേ. സൺഡേ മൺഡേ. മൺഡേ ആണോ? സൺഡേ. സൺഡേ. ഓക്കെ, അത് ഇപ്പോഴും ഒരു ഡിസ്പ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. സൺഡേ ആണോ മൺഡേ ആണോ? കാരണം ലോകത്തിലെ പല രാജ്യങ്ങളിലും പലതാണ്. ഓക്കെ, ചില സ്ഥലങ്ങളിൽ സൺഡേ ആണ് ഒരു ആഴ്ചയായിട്ട് ആരംഭിക്കുന്നത്, ചില സ്ഥലങ്ങളിൽ മൺഡേ ആണ്. അപ്പൊ അതിനൊരു യൂണിവേഴ്സാലിറ്റി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എന്നാൽ ഫസ്റ്റ് കലണ്ടർ ആരംഭിച്ചത് മൺഡേയിലാണ്. അതായത് ഫസ്റ്റ് കലണ്ടർ ഓഫ് ദ ഫസ്റ്റ് സെഞ്ചുറി, അതായത് AD ഫസ്റ്റ് സെഞ്ചുറി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോമൺ ഇറ ഫസ്റ്റ് സെഞ്ചുറി, അത് ആരംഭിച്ചത് നമ്മൾ മൺഡേ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്തത് മൺഡേ ആയിട്ടാണ് എടുക്കുന്നത്. പക്ഷേ പല ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പലതാണ്. അവിടെ ചില സ്ഥലങ്ങളിൽ മൺഡേ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ചില സ്ഥലങ്ങളിൽ സൺഡേ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതിനൊരു യൂണിവേഴ്സാലിറ്റി നമുക്ക് എങ്ങും ഇതിലായിട്ടും ഇല്ല. ആകപ്പാട് മൺഡേയിൽ തുടങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് കലണ്ടർ സ്റ്റാർട്ട് ചെയ്തത് മൺഡേയിലാണെന്ന് മാത്രമേ ഉള്ളൂ. ഡിപ്പെൻസ് അപ്പോൺ ദ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ. അത് പല സ്ഥലങ്ങളിൽ പലതാണ്. ചില സ്ഥലങ്ങളിൽ മൺഡേ ആണ് ആരംഭിക്കുന്നത്, ചില സ്ഥലങ്ങളിൽ ആരംഭിക്കുന്നത് സൺഡേ ആണ്. ഫ്രൈഡേ അല്ല, സാറ്റർഡേ ആരംഭിക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇസ്രായേലിലോ മറ്റോ ആണെന്ന് തോന്നുന്നു, സാറ്റർഡേയോ മൺഡേയോ കൊണ്ടാണ്, ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഓർക്കുന്നില്ല, എവിടെ വായിച്ച ഒരു ഇതാണ്. അപ്പം ഒരു ആഴ്ച എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. കാരണം ഓരോ സ്ഥലങ്ങളിലും ഓരോ സംസ്കാരത്തിനനുസരിച്ചിട്ട് മാറ്റി വരുന്നതാണ്. ഒരു യൂണിവേഴ്സാലിറ്റി അതിന് ഇല്ല. കാരണം ഓരോ സംസ്കാരത്തിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഓരോ സ്ഥലങ്ങളനുസരിച്ചിട്ട് അവരുടെ റിലീജിയസ് ആയിട്ടുള്ള പ്രാക്ടീസ് ആകാം, അല്ലെങ്കിൽ പല ഫാക്ടേഴ്സ് മൂലം പലയിടത്തും പലതാണ് ഈ ആഴ്ചകൾ ആരംഭിക്കുന്നത്. അപ്പൊ അതിനൊരു യൂണിവേഴ്സാലിറ്റി നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഓക്കെ, അപ്പൊ നമ്മളിപ്പം മൺഡേയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ദിവസമാണ് എന്ന് വിചാരിക്കുക. അപ്പൊ മൺഡേയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് മൺഡേയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, ഒന്നാമത്തെ ദിവസം മൺഡേ ആണ്. അപ്പൊ അവസാനിക്കുന്നത് എന്നാണ്? സൺഡേയിലാണ് അല്ലെ. സൺഡേ ഏത് ദിവസം വരും ഇവിടെ? 7 ദിവസം, 7ാമത്തെ ദിവസം വരും അല്ലെ. വീണ്ടും ആരംഭിക്കുന്നു, 8ാമത്തെ ദിവസം മൺഡേയിൽ തുടങ്ങുന്നു. 9, 10, 11, 12, 13, 14 സൺഡേ വരുന്നത്. വീണ്ടും 15 ആരംഭിക്കുന്നു, 16, 17, 18, 19, 20, 21 ആ ആഴ്ച അവസാനിക്കുന്നു. 22 തുടങ്ങുന്നു. പിന്നെ എത്രയിലാണ് അവസാനിക്കുന്നത്? 22, 23, 24, 25, 26, 27, 28 ആ ആഴ്ച അവസാനിക്കുന്നു. വീണ്ടും അടുത്ത ആഴ്ച 29 തുടങ്ങുന്നു, 30. ഒരാഴ്ചയായി, ഒരു മാസത്തെ കാര്യമാണ് പറഞ്ഞത്. 30 ദിവസമുള്ള ഒരു മാസത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. മൺഡേയിലാണ് ആരംഭിക്കുന്നത് ആ മാസം. ഓക്കെ, ഇവിടെ മൺഡേയിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ട് ആ ദിവസം മൺഡേയിലാണ് ആക്ച്വലി ഇത് ആരംഭിക്കുന്നത്. അപ്പൊ ഒരാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 ദിവസമാണ് അല്ലെ. ഒരാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 7 ദിവസമാണ്. 1, 2, 3, 4, 5, 6, 7. 7ാമത്തെ ദിവസമാകുമ്പോൾ ആ ആഴ്ച അവിടെ അവസാനിച്ചു. നമ്മളിവിടെ മൺഡേയിൽ തുടങ്ങുന്നു എന്നുള്ള കോൺസെപ്റ്റ് എടുത്തിട്ടാണ് പറയുന്നത്.
ഓക്കെ, ഞാൻ അത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് മൺഡേയിൽ തുടങ്ങുന്നു എന്നുള്ള കോൺസെപ്റ്റ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് പരീക്ഷകളിൽ, അതായത് നിങ്ങളുടെ PSC പരീക്ഷകളിൽ മിക്കതിലും നിങ്ങൾക്ക് ഈ മൺഡേയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് പലതിലും വരുന്നത്. ഓക്കെ, അപ്പൊ മൺഡേയിൽ ആരംഭിച്ചിട്ട് സൺഡേയിൽ അവസാനിച്ചു. അപ്പോഴത്തേക്ക് എത്രയായി? ഒരാഴ്ച 7 ദിവസമായി. വീണ്ടും ആ ആഴ്ച വീണ്ടും അടുത്ത ആഴ്ച ആരംഭിക്കുന്ന എവിടുന്നാണ്? മൺഡേയിൽ നിന്നാണ് അല്ലെ. വീണ്ടും അടുത്ത ആഴ്ച ആരംഭിക്കുന്ന എവിടുന്നാണ്? മൺഡേയിൽ നിന്നും ആരംഭിച്ചു. അത് 8-ാം തീയതിയാണ് ആരംഭിക്കുന്നത്, 14-ാം തീയതി അവസാനിച്ചു. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞു. 3-ാമത്തെ ആഴ്ച തുടങ്ങുന്നത് വീണ്ടും മൺഡേയിലാണ്, അത് 15-ാം തീയതിയാണ്. അവസാനിക്കുന്നത് സൺഡേയിലാണ്, അത് 21-ാം തീയതിയാണ്. വീണ്ടും 4-ാമത്തെ ആഴ്ച തുടങ്ങുന്നത് വീണ്ടും മൺഡേയിലാണ്, 22-ൽ തുടങ്ങി, അവസാനിക്കുന്നത് സൺഡേയിലാണ്, 28-ാം തീയതിയാണ്. വീണ്ടും അടുത്ത ആഴ്ച ആരംഭിക്കുന്നു, 29-ൽ ആരംഭിക്കുന്നു, 30-ൽ അവസാനിക്കുന്നു. നോക്കണേ, ഇവിടെ ഒരാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 ദിവസമാണ് അല്ലെ. മൺഡേയിൽ തുടങ്ങി സൺഡേയിൽ അവസാനിക്കുന്ന 7 ദിവസങ്ങളാണ് ഒരാഴ്ച എന്ന് പറയുന്നത്. അങ്ങനെ എത്ര കംപ്ലീറ്റ് ആഴ്ചകളുണ്ട്? ഇത് 1-ാമത്തെ കംപ്ലീറ്റ് ആഴ്ച, ഇത് 2-ാമത്തെ കംപ്ലീറ്റ് ആഴ്ച, ഈ സാധനം 3-ാമത്തെ കംപ്ലീറ്റ് ആയിട്ടുള്ള ആഴ്ച, ഇത് 4-ാമത്തെ കംപ്ലീറ്റ് ആയിട്ടുള്ള ആഴ്ച. അങ്ങനെ ആ മാസത്തിൽ എത്ര കംപ്ലീറ്റ് ആയിട്ടുള്ള ആഴ്ചകൾ വന്നു? 4 കംപ്ലീറ്റ് ആയിട്ടുള്ള ആഴ്ചകൾ കഴിഞ്ഞിട്ട് 2 ദിവസം അഡീഷണൽ ആയിട്ട് വന്നു അല്ലെ. അതായത് കംപ്ലീറ്റ് ചെയ്ത ആഴ്ചകൾക്ക് ശേഷം 2 ദിവസം അഡീഷണൽ ആയിട്ട് വന്നു. ഇവിടെ ഈ അഡീഷണൽ ആയിട്ട്, അതായത് ഓരോ ആഴ്ച കംപ്ലീറ്റ് ചെയ്ത് പോയതിനു ശേഷം ആ മാസം അവസാനിക്കാറാകുമ്പോൾ അഡീഷണൽ ആയിട്ട് വരുന്നതായി ഈ 2 ദിവസം ഉണ്ടല്ലോ. ഓക്കെ, ഈ അഡീഷണൽ ആയിട്ട് വരുന്ന 2 ദിവസം, ഈ 2 ദിവസങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓഡ് ഡേയ്സ് എന്ന് പറയും. എന്താണ് ഓഡ് ഡേയ്സ്? അതായത് ഒരു മാസത്തില് എങ്ങനെയാണ് ഓരോ 7 ദിവസം വീതമുള്ള ഓരോ ആഴ്ചകൾ കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത്? ഒരു മാസം ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെ. അങ്ങനെ ആദ്യത്തെ 7 ദിവസം, 2-ാമത്തെ 7 ദിവസം, 3-ാമത്തെ 7 ദിവസം, 4-ാമത്തെ 7 ദിവസം, അങ്ങനെ മൊത്തം 28 ദിവസമായി. ആഴ്ചയിൽ എത്ര ദിവസമുണ്ട്? 30 ദിവസമുണ്ട്. ഇനി എത്ര ദിവസവും കൂടെ കഴിയണം ആ മാസം തീരാൻ? 2 മാസം അല്ലെ. 2 ദിവസവും കൂടെ കഴിയണം. ആ 2 ദിവസത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓഡ് ഡേ എന്ന് പറയുന്നത്. കോൺസെപ്റ്റ് മനസ്സിലായോ? ഓഡ് ഡേയുടെ കോൺസെപ്റ്റ് മനസ്സിലായോ? അതായത് നമ്മൾ ഓരോ ആഴ്ച 7 ദിവസം വീതമുള്ള ഓരോ ആഴ്ചകൾ കടന്നു പോകുമ്പോൾ അവസാനം ആ 7 ആഴ്ചയും 7 ദിവസമുള്ള ആ കംപ്ലീറ്റ് ആഴ്ചകൾ കംപ്ലീറ്റ് ആയതിനു ശേഷം ബാക്കി വരുന്ന ദിവസങ്ങൾ, അതായത് ആ മാസം കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് ബാക്കി വരുന്ന ദിവസങ്ങൾ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓഡ് ഡേയ്സ് എന്ന് പറയും. കോൺസെപ്റ്റ് മനസ്സിലായോ? അപ്പം ഇതിനെയാണ് നമ്മൾ ഓഡ് ഡേയ്സ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഓഡ് ഡേയ്സ് കണ്ടുപിടിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മക്കളെ നമുക്കറിയാം ഒരാഴ്ച എന്ന് പറഞ്ഞ 7 ദിവസമാണ് അല്ലെ. അപ്പൊ നമ്പർ ഓഫ് ഡേയ്സ്, ഇപ്പൊ ഇവിടുത്തെ കേസിൽ 30 ഡേയ്സ് ആണുള്ളത്. 30നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, റിമൈൻഡർ 2. ആ റിമൈൻഡർ 2 വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഓഡ് ഡേയ്സ് എത്രയാണ്? 2 ആണ്. അതായത് ഓഡ് ഡേയ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. അപ്പൊ ഓഡ് ഡേയ്സിന്റെ അവിടുത്തെ കോൺസെപ്റ്റ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മക്കളെ ഇവിടെ ശ്രദ്ധിക്കണം, മൺഡേയിൽ തുടങ്ങി ഓഡ് ഡേയ്സ് 30-ാം തീയതി എന്ന് പറഞ്ഞാൽ ട്യൂസ്ഡേ ആണ് അല്ലെ. തൊട്ടടുത്ത മാസം സപ്പോസ് ഇത് ഇപ്പൊ ഇത് 30 ആഴ്ച ഉള്ള ഒരു ദിവസമാണെന്ന് വിചാരിക്കുക, 30 ദിവസമുള്ള ഒരു മാസമാണെന്ന് വിചാരിക്കുക. തൊട്ടടുത്ത മാസം നെക്സ്റ്റ് മന്ത് 1-ാം തീയതി തുടങ്ങുന്ന എവിടെയായിരിക്കും? വെനസ്ഡേയിലായിരിക്കും അല്ലെ. 1-ാം തീയതി തുടങ്ങുന്ന എവിടെയായിരിക്കും? വെനസ്ഡേ ആയിരിക്കും. ആ ആഴ്ച തുടങ്ങിയത് എവിടെയാണ്? മൺഡേയിലാണ്. തൊട്ട് മുമ്പ്, അതായത് 30 ദിവസമുള്ള മാസം തുടങ്ങിയത് എവിടെയാണ്? മൺഡേയിലാണ്. തൊട്ടടുത്ത മാസം തുടങ്ങിയത് എവിടെയാണ്? വെനസ്ഡേയിലാണ് അല്ലെ. അപ്പം തൊട്ട് മുമ്പിലത്തുള്ള മാസം, അതായത് നമ്മൾ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മാസം 30 ദിവസമുള്ള മാസം തുടങ്ങിയത് മൺഡേയിലാണ്. അതിനുശേഷം വരുന്ന തൊട്ടടുത്ത ദിവസം വരുന്ന മാസം, തൊട്ടടുത്ത മാസം അത് ആരംഭിക്കുന്ന എവിടെയാണ്? 1-ാം തീയതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുധനാഴ്ചയാണ് അല്ലെ. ആ ബുധനാഴ്ച എങ്ങനെയാ കിട്ടിയത്? നമ്മളിതാ ഇപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മാസം എന്താണ്? 30 ദിവസമാണ്, തുടങ്ങുന്നത് മൺഡേ ആണ്. ആ മൺഡേ കഴിഞ്ഞിട്ട് 2-ാമത്തെ ദിവസം ട്യൂസ്ഡേ, അത് കഴിഞ്ഞിട്ട് വെനസ്ഡേ. അതായത് മൺഡേ കഴിഞ്ഞ് 2-ാമത്തെ ദിവസമാണ് വെനസ്ഡേ അല്ലെ. എന്താണ്? മൺഡേ കഴിഞ്ഞ് 2-ാമത്തെ ദിവസമാണ് വെനസ്ഡേ. അതായത് ഒരു മാസം തന്നു, ആ മാസം ആരംഭിക്കുന്ന ദിവസം നമുക്ക് തന്നു. എന്നിട്ട് നമ്മളടുത്ത് പറയുവാണ് തൊട്ടടുത്ത മാസം ആരംഭിക്കുന്നത് ഏത് ദിവസത്തിലാണെന്ന് ചോദിച്ചാൽ എന്ത് കണ്ടുപിടിച്ചാൽ മതി? നമുക്ക് തന്നിരിക്കുന്ന മാസത്തിന്റെ നമ്പർ ഓഫ് ഓഡ് ഡേയ്സ് കണ്ടുപിടിക്കുക. ഇവിടെ എത്രയാണ്? 2 മാസം, 2 ആണ്. അപ്പോ നമുക്ക് തന്നിരിക്കുന്ന മാസം ആരംഭിക്കുന്ന ഏത് ദിവസമാണ്? മൺഡേ. ഓഡ് ഡേയ്സ് എത്രയാണ്? 2. അപ്പം മൺഡേ പ്ലസ് 2, അതായത് മൺഡേ കഴിഞ്ഞിട്ട് 2 ദിവസം. മൺഡേ കഴിഞ്ഞിട്ട് 2 ദിവസം എന്ന് പറഞ്ഞാൽ എന്താണ്? ട്യൂസ്ഡേ, വെനസ്ഡേ.
അപ്പൊ അടുത്ത മാസം ആരംഭിക്കുന്നത് ഏത് ദിവസമായിരിക്കും? വെനസ്ഡേയിലായിരിക്കും. കോൺസെപ്റ്റ് ക്ലിയർ ആണോ?